ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പുതിയൊരു നെക്ക് ഡിസൈൻ നോക്കാം. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സർദോസിയും പിന്നെ 2 ടൈപ്പ് ബീഡ്സുമാണ്. അതായത് ഗോൾഡൻ കളറ് ഹാഫ് ബീഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് കളറ് ഒരല്പം നീണ്ടിരിക്കുന്ന ടൈപ്പ് സർദോസി മോഡൽ പോലത്തെ ബീഡ്സ് നമുക്ക് മേടിക്കാൻ കിട്ടും. അങ്ങനത്തെ ബീഡ്സും യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് സർദോസി എടുക്കാം. ഈ സർദോസി എന്ന് പറയുന്നത് സ്പ്രിങ് പോലത്തെ ഒരു മെറ്റീരിയലാണ്. ഇത് നമുക്കിങ്ങനെ പാക്കറ്റായിട്ട് മേടിക്കാൻ കിട്ടും. ഒരു പാക്കറ്റിന് 20 അല്ലെങ്കിൽ 25 റുപ്പീസൊക്കെ ആവത്തുള്ളൂ. ഇതിങ്ങനെ നമുക്ക് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള അളവിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ സർദോസി വെച്ചിട്ട് ഫ്ലവറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അന്നേരം ഒരു ഫ്ലവറിൻ്റെ പെറ്റലിന് എന്തോരം വലിപ്പം വേണോ അതിനുള്ള വലിപ്പത്തിലുള്ളത് മുറിച്ചെടുക്കണം. നമുക്ക് മുറിച്ചെടുക്കാം. ഇനി അതേ അളവ് വെച്ചിട്ട് അടുത്തത് 4 പെറ്റലുള്ള ഫ്ലവറാണ് ചെയ്യുന്നത്. അപ്പം 4 എണ്ണം നമുക്ക് പതിയെ മുറിച്ചെടുക്കാം. ഇതൊരിക്കലും വലിച്ച് നീട്ടരുത്. വലിച്ച് നീട്ടിയ സ്പ്രിങ് പോലെ ആയതുകൊണ്ട് ഇതിങ്ങനെ വലിഞ്ഞു പോകും. നമുക്ക് ഈ ഫ്ലവർ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. സാധാരണ നമ്മൾ എടുക്കുന്ന പോലെ തന്നെ സൂചി നൂലും എടുക്കുക. ഒരല്പം ഇടവിട്ടിട്ടാണ് ഫ്ലവർ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫ്ലവർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക. എന്നിട്ട് ഈ സർദോസിയുടെ അകത്ത് ഹോളുണ്ട്. ഈ ഹോളിനകത്തൂടെ ഏറ്റവും തിന്നായിട്ടുള്ള നീഡിൽ മേടിക്കണമെങ്കിൽ ഇതിനകത്തൂടെ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ലേഡീസ് സെൻറ്ററിൽ അല്ലെങ്കിൽ ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ തിന്നായിട്ടുള്ള നീഡിൽ ചോദിച്ചാൽ നമുക്ക് മേടിക്കാൻ കിട്ടും. എന്നിട്ട് ഈ നമ്മൾ കുത്തി എടുത്തെടുത്ത് തന്നെ തിരിച്ചു കുത്തുക. അന്നേരം അതൊരു ഫ്ലവറിൻ്റെ പെറ്റൽ പോലെ വളഞ്ഞു വരും. ഒരു പെറ്റൽ പോലെ കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ ഈ റൗണ്ടായിട്ട് വരുന്ന ഭാഗത്ത് ഒന്ന് കുത്തി എടുത്തിട്ട് തിരിച്ച് താഴോട്ട് കുത്തുക. അന്നേരം അത് ലോക്കായിട്ടിരിക്കും. ഞാൻ സർദോസിയുടെ 1-2 ഡിസൈൻസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മിഡിൽ ഭാഗത്തായിട്ട് കുത്തിയെടുക്കുക. പഴയതുപോലെ തന്നെ അടുത്ത് നമ്മൾ മുറിച്ച് വെച്ച പീസ് എടുത്തിട്ട് പഴയതുപോലെ തന്നെ കുത്തിയെടുത്ത് തന്നെ തിരിച്ചു കുത്തുക. അടുത്ത പെറ്റൽ കിട്ടി. ഇനി പഴയത് നമ്മൾ ലോക്ക് ഇട്ടതുപോലെ തന്നെ അതിൻ്റെ പെറ്റലിൻ്റെ നടുഭാഗത്തായിട്ട് കുത്തിയെടുക്കുക, തിരിച്ച് കുത്തിയിടുക. ഈ ഒരേ കളറ് ഈ സർദോസിയുടെ കളറ് തന്നെ നൂലെടുക്കുമ്പം നമ്മളിങ്ങനെ ലോക്ക് ചെയ്യുന്നത് തിരിച്ചറിയാൻ കാണത്തില്ല. അല്ലെങ്കിൽ വേറൊരു കളറാണെങ്കിൽ അതങ്ങ് എടുത്ത് കാണിക്കും. നമുക്ക് 4ാമത്തെ പെറ്റലും സ്റ്റിച്ച് ചെയ്യാം. ഈ സർദോസി എല്ലാ കളറിലും നമുക്ക് മേടിക്കാൻ കിട്ടും.
ബാക്കിലൊരു കെട്ടിട്ട് കൊടുക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഗോൾഡൻ കളർ ബീഡ്സും ബ്ലാക്ക് കളർ ബീഡ്സും ചെയ്യണം. അതിനായിട്ട് ബ്ലാക്ക് കളർ ബീഡ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ നടുക്കുള്ള ഹോളിൽ കൂടെ കയറ്റിയെടുക്കുക. ഒരല്പം ചെരിച്ച് താഴോട്ട് കുത്തിയിടുക. ഇനി അതിൽ നിന്ന് ഒരല്പം മാറ്റി അടുത്തത്. ഇനി നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്തുനിന്ന് ഒരല്പം കൂടെ താത്തി, ആദ്യം ഈ രണ്ടിടത്താണ് കൊടുത്തത്, അതിൽ നിന്ന് ഒരല്പം കൂടെ താത്തി അടുത്തത്. ചെരിച്ച് കൊടുക്കുക. ഇനി അവിടെ നിന്ന് ഒരല്പം മാറി ഒന്നുകൂടെ ഇനി അടുത്ത ഒരു ലെയർ കൂടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബ്ലാക്ക് കളർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഗോൾഡൻ കളർ ഷുഗർ ബീഡ്സ് അത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഗ്യാപ്പ് കാണുന്നിടത്തെല്ലാം നമുക്ക് ഗോൾഡൻ കളർ ഹാഫ് ബീഡ്സ് കൊടുക്കാം. നമ്മുടെ വർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.